എല്ലാ മാന്യപ്രേക്ഷകർക്കും ഡൽഹിക്കാരൻ മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഡൽഹിക്കാരൻ മലയാളി ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഡൽഹിയല്ല, ഇങ്ങ് കേരളമാണ്. കേരളത്തിൽ ട്രിവാൻഡ്രത്തിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന ചെറിയൊരു ഗ്രാമത്തിൽ ഒരു എന്റർപ്രണറിനെ പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. എനിക്കിത് കണ്ടപ്പോൾ റോഡിലൂടെ പോയ സമയത്ത് കണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു സംഭവമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ, പ്ലാസ്റ്റിക് മുക്ത ശബരിമല കെട്ടുസാധനങ്ങൾ ഇവിടെ ലഭ്യമാണ്. വിജയശോഭ എന്ന് പറയുന്ന ഇവരുടെ കമ്പനിയാണ്. ഇവരുടെ പ്ലാസ്റ്റിക് മുക്ത ശബരിമലയുടെ കെട്ടുസാധനം കാര്യങ്ങളൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു യുണീക്ക് ബിസിനസ് ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി, നിങ്ങളോട് എത്തിക്കണമെന്ന് തോന്നി. എന്തായാലും നമുക്ക് പോകാം വീഡിയോയിലേക്ക്. നമുക്ക് എന്തായാലും അവരുടെ ഓണേഴ്സിന്റെ കാര്യങ്ങളെ പരിചയപ്പെടാം. മാഡം എന്താണ് പേര്? പൂജ. ഓക്കെ മാഡം, എത്ര വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്? 3 വർഷമായിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്താണ് ഈ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. പ്ലാസ്റ്റിക് വിത്ത് ശബരിമല കെട്ട് സാധനങ്ങൾ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് വിത്ത് ശബരിമല കെട്ട് സാധനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് പ്ലാസ്റ്റിക്. അപ്പോൾ നമ്മൾ ശബരിമല പോലുള്ള പിൽഗ്രിം സെന്റേഴ്സ്, അവിടെ എന്ന് വെച്ചാൽ മൃഗങ്ങളും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഈ എൻവയോൺമെന്റ് നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു സംബോധന ഇപ്പം അഭിമുഖീകരിച്ചാണ് ഇവരുടെ ഈ ഒരു യുണീക്ക് പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന എല്ലാ സാധനങ്ങളും, ഭസ്മമായാലും കുങ്കുമമായാലും എന്ത് സാധനമായാലും നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ പോയതിനു ശേഷം നമ്മൾ ആ സാധനങ്ങൾ അവിടെ കൊടുത്തതിന് ശേഷം ആ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ അവിടെ വലിച്ചെറിയുകയും അതൊക്കെ ഈ മൃഗങ്ങൾക്ക് ദോഷമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഇത് നല്ല വലിയൊരു ഇനിഷ്യേറ്റീവാണ്. കാരണം ഇത് ബിസിനസ്സിനോടൊപ്പം തന്നെ നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന വലിയ സർവീസും കൂടെയാണ്, വലിയൊരു കാര്യവും കൂടെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ ട്രിവാൻഡ്രം മാത്രമാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ ഡിസ്ട്രിക്റ്റിലോട്ടും അവർ സപ്ലയേഴ്സും കാര്യങ്ങളെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ, ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആർക്കെങ്കിലും ഷോപ്പോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ ലാസ്റ്റ് വരെയും കാണും. നമുക്കിപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അതിന് എത്ര രൂപയാണ് റേറ്റ് വരുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം. പിന്നെ അവരുടെ ഒരുപാട് പ്രോഡക്ട്സും കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് പരിചയപ്പെടാം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇനി ബോക്സിനകത്തുള്ള സാധനങ്ങളാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വരുന്ന മെഴുകാണ്. ഇത് നമ്മൾ മറ്റേ തേങ്ങയും കോർക്ക് വെച്ചതിന് ശേഷം നെയ്ത്തേങ്ങ അടച്ചതിന് സീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനുശേഷം കോർക്ക്, പിന്നെ പെർഫ്യൂം വരുന്നുണ്ട്, പിന്നെ ചരട് വരുന്നുണ്ട്, പിന്നെ കുങ്കുമം വരുന്നുണ്ട്, ചന്ദനത്തിരി വരുന്നുണ്ട്, പിന്നെ ചന്ദനം, കർപ്പൂരം, കരിവള, ഇത് മൂന്നും കൂടെ ഒരു പാക്കറ്റിനകത്ത് വരുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വരുന്നുണ്ട്, ഭസ്മം വരുന്നുണ്ട്, പൊരിയും മലരും കൂടെ ഒരു പാക്കറ്റിനകത്ത്. അപ്പോൾ ഫുള്ളി നമുക്ക് എന്താ പറയണ്ടത്, ഒന്നിലും പ്ലാസ്റ്റിക്കോ സംഭവങ്ങളോ ഒന്നും അടങ്ങിയിട്ടുള്ള പരിപാടിയല്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ആണ് കേട്ടോ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തും എഴുതിയിട്ടുണ്ട് ഇതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ: ചന്ദനത്തിരി, ചന്ദനക്കട്ട, കരിവള, കർപ്പൂരം, ഭസ്മം, കുങ്കുമം, മഞ്ഞൾപ്പൊടി, പൊരിയും മലർ, പെർഫ്യൂം, മെഴുക്, ചരട്, കോർക്ക് തുടങ്ങി എല്ലാ സംഭവങ്ങളും എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുറക്കുന്ന സമയത്ത് ഇവിടെ സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഈ സൈഡിനകത്ത് എന്ന് വെച്ചാൽ ഒരു സ്പേസ് പോലും അവർ അത്രയ്ക്കും പെർഫെക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും ശരണം വിളി വരെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാമിയെ ശരണം അയ്യപ്പ, ഹരിഹര സുബ്രഹ്മണ്യ ശരണം തുടങ്ങി ശരണം വിളികൾ വരെ ഈ ബോക്സിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് മേടിക്കുന്ന ഒരാൾക്ക് ശരണം വിളിക്കുന്ന കെട്ടുന്ന സമയത്ത് ശരണം വിളിക്കാനായിട്ട് നെറ്റിലോ കാര്യങ്ങളോ നോക്കേണ്ട കാര്യം വരില്ല കേട്ടോ. എല്ലാത്തിനകത്തും ശരണം വിളി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഒരു സ്പേസ് പോലും ഇതിന് വേണ്ടിയിട്ട് എന്താ പറയണ്ടേ, പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബോക്സ് മേടിച്ച് കഴിഞ്ഞാലും ആൾക്ക് ഒരുപാട് വർത്ത് ഓഫ് മണിയാണ്. നമുക്ക് നഷ്ടമെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും നല്ലൊരു പരിപാടിയാണ്. ഇപ്പം ഇത് ആൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പൂക്കടയോ അങ്ങനെ സംഭവങ്ങളോ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ആവുന്ന വീഡിയോയാണ്. 60% അബോവ് അതിന് മാർജിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണിത് ഷോപ്പുകളിലോട്ട് പോകുന്നത്. പിന്നെ വളരെ റേറ്റ് കുറവാണ്. ഇപ്പം ഇവരോട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. ഇതുപോലെ തന്നെ അവരുടെ വേറെ ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്, നമുക്കപ്പം എല്ലാം പരിചയപ്പെടാം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു കപ്പ് സാമ്പ്രാണി എന്ന് പറയുന്നൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ Z സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുന്തിരിക്കം പുകയ്ക്കാനായിട്ട് നമുക്ക് മറ്റേ കനലെടുക്കണം, ചട്ടി എടുക്കണം, പിന്നെ അത് പുകയ്ക്കണം, എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡിമെയ്ഡ് കുന്തിരിക്കമാണ്. അതിനകത്ത് വെച്ചാൽ ചട്ടിയോ കനലോ ഒന്നും എടുക്കണ്ട, അല്ലാതെ നോർമലായിട്ട് ഇത് കത്തിച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കും. ഒരു 1 hour അടുപ്പിച്ച് ഇതിന് നമുക്ക് പുക വന്നുകൊണ്ടേ ഇരിക്കും. നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം കേട്ടോ, അതിനെങ്ങനെയാണ് സംഭവം ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ കപ്പ് സാമ്പ്രാണി എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കപ്പ് ഉണ്ടാക്കിയതിൻ്റെയാണ്, ചാർക്കോളിൻ്റെ ഒരു കപ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവർ കുന്തിരിക്കം ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഈ ചാർക്കോൾ കത്തുന്നതിനനുസരിച്ച് ആ കുന്തിരിക്കം അലിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുകയാണ് വരുന്നത് കേട്ടോ. പുകയാണ് നല്ല ഒരു ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു കുന്തിരിക്കത്തിൻ്റെ ഒരു പുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ണ് നീറുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, കാരണം കനലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കണ്ണ് നീറുന്ന പരിപാടിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ.
അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഒരു പുക വരുന്നുണ്ട് കേട്ടോ. ഇതൊരു 1 hour വരെ നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ഒരു പ്ലക്കാർഡാണ് കേട്ടോ. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കുന്തിരിക്കും പോയിക്കാൻ ഇനി കനലില്ലാതെ എന്ന് പറഞ്ഞിട്ട്. ഇതിനകത്ത് വെച്ചിട്ട് അവർ ഒരു കോംബോ ഓഫർ കൊടുക്കുന്നുണ്ട്. 6 പീസിൻ്റെ ഈ ഒരു കപ്പ സാമ്പ്രാണി ഒരു ചട്ടി കൂടെ 100 രൂപ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഒരു ബോക്സും ഒരു ചട്ടി കൂടെ വരുവാണെങ്കിൽ 125 ആണ് ഇതിൻ്റെ കോംബോ ഓഫർ വരുന്നത്. ഇതാണ് അതിൻ്റെ അവരുടെ ബോക്സിനകത്ത് വരുന്ന സംഭവം കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. ഞാൻ അവരുടെ പാക്കിങ്ങിലാണ് ഞാൻ വീണുപോയത്. ആക്ച്വലി വന്നിട്ട് ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും അത്രയ്ക്ക് ഒരു വൃത്തിയും കാര്യങ്ങളുണ്ട് കേട്ടോ. പാക്കിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. 10 പീസ് ലേഔട്ട് ചെയ്തിരിക്കുന്നത് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബോക്സ് ഇങ്ങനെയാണ് അൺബോക്സ് ചെയ്യുമ്പോൾ വരുന്നത്. നല്ല പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആണ്. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. അത് ആ പുക കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് വരുന്നത് കേട്ടോ. അത്രയ്ക്ക് നല്ല മണവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അടിപൊളി പ്രോഡക്റ്റ് ആണ്. പുള്ളി നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചാർക്കോളിൻ്റെ ആണ് ഒരു ആ കപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കപ്പ് വന്നിട്ട് ചാർക്കോളിൻ്റെതും അതിനകത്ത് വരുന്നുണ്ട് ഈ കുന്തിരിക്കം ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊരു നാച്ചുറൽ പ്രോഡക്റ്റ് ആണ്. ഇതിന് യാതൊരുവിധ കെമിക്കലോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. അതിപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവം. പിന്നെ ചാർക്കോളിൻ്റെ ഒരു കവറിങ് ആണ് ഇത് വരുന്നത്. ഈ ചാർക്കോളിൻ്റെ ഒരു കപ്പ് ഇവർ ഉണ്ടാക്കിയതിന് ശേഷം ആ കപ്പിനകത്ത് അവർ കുന്തിരിക്കം ഫില്ല് ചെയ്തിരിക്കുന്നതാണ്. ഇത് പലതും പല പല കളേഴ്സാണ് കേട്ടോ. നമ്മൾ ബ്ലാക്ക് കളർ ചന്ദനത്തിരി മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ ഇങ്ങനത്തെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ ചന്ദനത്തിരിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റാലിക് അഗർബത്തിയാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കളേഴ്സിലും കാര്യങ്ങളൊക്കെ ഒരു ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നല്ല തിളക്കമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇത് നല്ല തിളക്കമുള്ള ചന്ദനത്തിരിയാണ്. അപ്പം ഇതൊക്കെ കുറച്ച് പ്രീമിയം ക്വാളിറ്റി ചന്ദനത്തിരികളാണ്. അപ്പം ഓക്കെ, ഓരോ ഇതിനും ഓരോ മണമാണ് കേട്ടോ. ഓരോ കളറിനും ഓരോ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 6 കളറുണ്ട്. അപ്പോൾ 6 സ്മെല്ല് വരുന്നത്. നേരത്തെ ചന്ദനത്തിരികളുടെ ഒരു വേറൊരു വെറൈറ്റി സംഭവമാണ്. ഇത് റെയിൻബോ എന്ന് പറയുന്ന അവരുടെ ചന്ദനത്തിരിയാണ്. ഇത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബോട്ടിലിനകത്താണ് വരുന്നത്. ബോട്ടിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അവർ ഒട്ടിച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കാതെ കാര്യം വെച്ചാൽ പുറത്ത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് പലതും പല പല കളേഴ്സാണ്. ഒരു പറയുന്ന പല കളറിനും പല മണമാണ്. ഇപ്പോൾ ഓരോ കളറിനും ഓരോ മണമായിരിക്കും. ഓരോ പ്രാവശ്യം ഓരോ തിരി എടുക്കുമ്പോഴും ഓരോ മണമായിരിക്കും. അപ്പം ഒരു നല്ലൊരു വെറൈറ്റി തിങ്കിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചന്ദനത്തിരിയുടെ ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ചന്ദനത്തിരി ഉണ്ടാകുന്ന ഒരു കമ്പനി. അപ്പോൾ ചന്ദനത്തിരിയിലും ഇത്രയും വെറൈറ്റി കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും അവർ ചെയ്യുന്ന ബിസിനസ്സിൽ അവർ ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എന്റർപ്രണറാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചന്ദനത്തിരിയുടെ ബിസിനസ്സോ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ല സ്വന്തമായിട്ട് ഷോപ്പോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് അവരുടെ സാധനങ്ങളോ കാര്യങ്ങളോ എല്ലാം എടുത്ത് അവിടെ വെച്ച് ബിസിനസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇവരുടെ എല്ലാ പ്രോഡക്റ്റും ഡയറക്റ്റ് മാനുഫാക്ചറിന്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ് കിട്ടും കേട്ടോ. ഇപ്പം ഇവരുടെ എല്ലാ പ്രോഡക്റ്റിനും 60% എബോവ് മാർജിൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റീറ്റെയിൽ ആയിട്ടൊരു ആളാണ് ഡയറക്റ്റ് മേടിക്കുന്നതെങ്കിൽ 60% എബോവ് MRP റേറ്റിൽ നിന്ന് ഇവർക്ക് നല്ല മാർജിൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസിന്റെ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ നല്ല വീഡിയോസുമായിട്ട് ഡെല്ലിക്കാരൻ മലയാളി വീണ്ടും വരും. ഇതിപ്പോൾ നാട്ടിൽ വന്നതുകൊണ്ടും ശബരിമലയിൽ പോകാനുള്ള ഒരു സംഭവത്തിലായതുകൊണ്ടും പോകുന്ന വഴിക്ക് അവരുടെ ഒരു പോസ്റ്റർ കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. സംഭവം തിരക്കി കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോഴാണ് മനസ്സിലായത് ഇതൊരു മാനുഫാക്ചറാണ്. ഇവർക്ക് സ്വന്തമായിട്ട് ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ട്. എന്തായാലും ഇതിനു വേണ്ടി ഫർദർ എൻക്വയറിക്ക് വേണ്ടി സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ.